പറയണത് വെള്ളരിക്കപ്പെടണോ? ഞാൻ പറയണത് കൂടി നടക്കണൂടാ. അത് പറ്റില്ല. അതെന്താണ് പറ്റാത്തത്? പറ്റൂല. അതൊന്നും പറഞ്ഞാൽ പറ്റുന്നില്ല. ഇവിടെ ശരിയാവും. ഞാൻ പറയണതും കൂടി. എവിടേക്ക് പോണേ? പ്രശ്നം ഞങ്ങളുടേത് മാത്രമല്ല, നമ്മുടേതാണ്. അതിൽ നിന്ന് ഒളിച്ചോടരുത്. ശുഭദിനം. ഇന്നെന്താന്നോ പുതിയ പ്രശ്നം? എനിക്കൊരു സ്വാതന്ത്ര്യം തന്നില്ല നിങ്ങളുടെ അമ്മ ഇവിടെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടി കാണാൻ പറ്റില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ. ഇത് തന്നെയല്ലേ ഇന്നലെയും മിഞ്ഞാന്നിന്റെ പിഞ്ഞാന്നും ഉണ്ടായ പ്രശ്നം? നമ്മതിനൊരു പരിഹാരം കണ്ടതല്ലേ? ഇത് താൻ എന്തിനാണ് എന്നോട് പറയുന്നത്? തന്റെ അമ്മയോടും പറയടോ. എന്നാ അമ്മനോട് പറയാം. അമ്മേ, ഇത് തന്നെയല്ലേ ഞാൻ ഇന്നലെയും മിഞ്ഞാന്നും തീർത്തത് അല്ലേ അമ്മേ? കണ്ട, അവള് പറഞ്ഞപ്പോ നീ ഇപ്പൊ എന്റെ മേക്കിട്ട് കയറുന്നു. ഇതാണ് നീ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് കെട്ടിയതിന്റെ കുഴപ്പം. അതെ, ഇവളെ കണ്ടുപിടിച്ചത് ഞാനാണ്. അതിനുള്ള ധനം നൽകിയത് ഞങ്ങളാണ്. ഞാൻ നിന്നെ കെട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാമോ? ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കുട്ടാ. അതിന്റെ ഇടയിലവള് ഓക്കെ, എല്ലാ പ്രശ്നത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ഞാൻ വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ. ആരെങ്കിലും പോയി ഒരു ചായ എനിക്ക് ഇട്ടുണ്ടായിട്ടാണ്. ഈ ഒരു പ്രശ്നം തീരാതെ ഞാൻ അടുക്കളയിൽ കയറൂല. എന്നാ ഞാനും കയറൂല. അപ്പൊ ഇന്നും ഞാൻ തന്നെ കയറേണ്ടി വരുമല്ലേ? ചായ വേണമെങ്കിൽ കയറേണ്ടി വരും. കയറണമെങ്കിൽ മധുരം കുറച്ചൊരു ചായ എനിക്ക്. എന്നാ മധുരം കൂട്ടി ഒരു ചായ എനിക്കും. മധുരം കൂടുതലും മധുരം കുറവും അല്ലേ? റെഡിയാക്കാം. കയറുന്ന സ്ഥിതിക്ക് രാത്രിയിലേക്കും കൂടി എന്തെങ്കിലും ഉണ്ടാക്കിക്കോ. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് 2 ചപ്പാത്തി. എനിക്ക് ചപ്പാത്തി പറ്റൂല, എനിക്ക് ചോറത്തിരി വേണം. കറി എന്നോട് പറയണ്ട, ഞാൻ ഉണ്ടാക്കൂല. സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണ്ട. അവിടെ മുട്ട ഇരിപ്പുണ്ട്. മുട്ടയും സവാളയും എടുത്ത് ചെറിയൊരു കറി ഉണ്ടാക്കിയാൽ മതി. എനിക്ക് മുട്ട പറ്റൂല കേട്ടോ. എനിക്ക് അവിടെ തക്കാളി ഇരിപ്പുണ്ട്. തക്കാളി വെച്ചിട്ട് ഒരു ചാറ് കറി. ഇനി വേറെ എന്തെങ്കിലും വേണമെന്നാവോ? ജ്യൂസ് ഐറ്റംസുകളായിട്ട് ആപ്പിൾ, മുന്തിരി, ഓറഞ്ച്, മുസമ്പി, തൂത്തുക്കുടി. അത് നീ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ. അതിനിവിടെ വേറെ അഭിപ്രായം പറയാനൊരാളെ ഞാൻ സമ്മതിക്കില്ല. ഓ, നന്ദി. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇപ്പം അടുക്കളയിൽ കയറാണ്ടത്തില്ലേ? ഇത് പഴയ ഐഡിയയാണ്. അവൻ്റെ അപ്പനെ അടുക്കള കയറ്റിയത് ഞാൻ പണ്ട് ഇങ്ങനെയാണ്.